കൊല്ലം ജില്ലയെ അടയാളപ്പെടുത്തുന്നത് വ്യവസായ രംഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കശുവണ്ടി തന്നെയാണ്. ആലപ്പുഴയിൽ കയറെന്ന് പറയുന്ന പോലെയാണ് കൊല്ലത്ത് കശുവണ്ടി. തെരഞ്ഞെടുപ്പായാൽ സ്ഥാനാർത്ഥികൾ ആദ്യം ഓടിയെത്തുന്നതും ഈ മേഖലയിലേക്കാണ്. കശുവണ്ടി തൊഴിലാളികൾ ഏറ്റവും പ്രിയപ്പെട്ടവരാകും, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലത്ത്. പക്ഷേ കശുവണ്ടി ഫാക്ടറികൾക്ക് കൊല്ലം കശുവണ്ടിയുടെ ഈറ്റില്ലമായിരുന്നു. ആ പഴയ പ്രതാപമൊന്നുമില്ല. കൊല്ലത്തെ ചൂടേറിയ രാഷ്ട്രീയം ആദ്യം ചർച്ച ചെയ്ത് തുടങ്ങേണ്ടത് കശുവണ്ടി സ്ഥലത്തുനിന്ന് തന്നെയാണ്. അവസാന ലാപ്പിലും വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലമാണ് കൊല്ലം ജില്ല. അതുകൊണ്ട് തന്നെ കൊല്ലത്തിന്റെ രാഷ്ട്രീയം ആദ്യം സംസാരിച്ചു തുടങ്ങേണ്ടതും ഇവിടെ നിന്ന് തന്നെയാണ്. പഴയതുപോലെ എവിടെ നോക്കിയാലും കശുവണ്ടി ഫാക്ടറികൾ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഇന്ന് ഒരു പൊതുമേഖലാ സ്ഥാപനവും 10ഓളം സ്വകാര്യ സ്ഥാപനങ്ങളും മാത്രമാണുള്ളത്. അതിലൊരു സ്ഥാപനത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താണ് ഇവരുടെ രാഷ്ട്രീയം എന്നതുകൂടി പരിശോധിക്കാനാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തിരക്കായോ? സ്ഥാനാർത്ഥികളൊക്കെ കാണാൻ വന്നോ? ഇല്ല, വന്നില്ല. ആരും വന്നില്ല. ഏതാ മണ്ഡലം? കൊല്ലം മണ്ഡലം. എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടോ സ്ഥാനാർത്ഥികൾ കാണാൻ വന്നാൽ പറയാൻ? പിന്നെ ഉണ്ട്. എന്തൊക്കെയാ? നമുക്കിവിടെ ജോലി മുടങ്ങാതെ നടത്തണം, പിന്നെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടണം. ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനൊക്കെ. വോട്ടൊക്കെ ആർക്കെന്നൊക്കെ തീരുമാനിച്ചോ? നമ്മുടെ ഇതല്ലേ, അങ്ങനെ ചെയ്യും. ആരാ കൊല്ലത്ത് ആർക്കാ ഒരു പ്രതീക്ഷ ഉള്ളത്? കൊല്ലത്ത് പ്രതീക്ഷ പിണറായി സാറല്ലേ നിൽക്കുന്നത്, എപ്പോഴും അത് തന്നെ പ്രതീക്ഷ. കൊല്ലം മണ്ഡലമാണോ? എന്ത് തോന്നുന്നു? കൊല്ലത്ത് അങ്ങനെ ആർക്കെങ്കിലും പ്രതീക്ഷ ഉണ്ടെന്ന് പറയാറായോ? പ്രതീക്ഷയൊന്നും നമുക്കറിയത്തില്ല. ഓരോരുത്തരും വരുന്നു, വീട്ടിലെല്ലാവരും വരുന്നുണ്ട്. ഹിന്ദു കൃഷ്ണ കൊണ്ടുപോകുന്ന ഞങ്ങളെ പ്രതീക്ഷ. എന്ത് തോന്നുന്നു തെരഞ്ഞെടുപ്പിനൊക്കെ ആർക്കാ പ്രതീക്ഷ? പ്രതീക്ഷ മിക്കവാറും BJP ആയിരിക്കുമെന്നാണ് സാധ്യത. എന്താ അങ്ങനെ തോന്നാൻ കാരണം എന്താ? മിക്കവാറും പുറമേയുള്ള ആൾക്കാർ പറയുന്നത് അതാണ്. നല്ല ഭരണമായിരിക്കും അവരെ ജയിപ്പിച്ചു കഴിഞ്ഞാലെന്നുള്ളൊരു അഭിപ്രായമാണ് മൊത്തത്തിൽ. എന്നെ കാണാൻ നിന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. എന്നെ കാണാൻ വരുന്നവർക്ക് പൊന്നും വേണം, പണം വേണം. ദൂരെയെങ്ങോ നിന്നൊരുത്തൻ നിന്നെ കെട്ടാൻ വരുമൊരിക്കൽ. ജയിക്കുന്നത് ആരായാലും ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്നൊരാവശ്യം മാത്രമാണ് ഇവർക്ക് പറയാനുള്ളത്. സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.